Hello students, welcome back to YouTube Plus Academy. ഇന്ന് നമ്മൾ NIOSൻ്റെ +2 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 13 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ധർമ്മങ്ങൾ അഥവാ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. അപ്പം എത്ര ടൈപ്പ് മാർക്കറ്റാണ്, നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും. അപ്പോൾ അതിൻ്റെ ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നാണ്. ധനകാര്യ വിപണി. അപ്പോൾ ധനകാര്യ വിപണി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആയിട്ടും എനിക്ക് വേണ്ട ഉള്ളത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ 3 ടൈപ്പ് ഫങ്ഷൻസ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെത്, അല്ലെങ്കിൽ ഈ ഒരു ധനകാര്യ വിപണിയുടെ ധർമ്മങ്ങൾ 3 തരത്തിലാണുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രൈസ് ഡിസ്കവറി അഥവാ പണം കണ്ടെത്തുന്നു, അതുപോലെ പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ദ്രവത്വം പ്രദാനം ചെയ്യുന്നു, മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ചെലവ് കുറയ്ക്കുന്നു. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മുടെ ഫങ്ഷൻസ് ആയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രൈസ് ഡിസ്കവറി, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി, റെഡ്യൂസിങ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്. പണം കണ്ടെത്തുന്നു, ദ്രവത്വം പ്രദാനം ചെയ്യുന്നു, ചെലവ് കുറയ്ക്കുന്നു. അപ്പം പ്രൈസ് ഡിസ്കവറി അഥവാ പണം കണ്ടെത്തുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രൈസ് ഡിസ്കവറി ഒരു വില കണ്ടെത്തൽ, ഒരു പണം കണ്ടെത്തലല്ല, വില കണ്ടെത്തുന്നു എന്നാണ് കൂടുതൽ ആക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. വില കണ്ടെത്തുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൈസ് ഡിസ്കവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ പണം കടം കൊടുക്കുന്നയാളും അതുപോലെ വാങ്ങുന്നയാളും ആരാണ്? നിക്ഷേപകരാണ് അല്ലേ. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പണം കൊടുക്കുന്നയാളും അതുപോലെ പണം സ്വീകരിക്കുന്ന ആളും നിക്ഷേപകരാണ്. അപ്പോൾ ഈ ഒരു പണം കൊടുക്കുന്നയാൾക്ക് ആ ഒരു നിക്ഷേപങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് അത്യാവശ്യമായിട്ട് അറിയാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ നിക്ഷേപങ്ങൾക്കാണ് ഇവർക്ക് ഇവിടെ ഉയർന്ന വില സാധ്യമാക്കാനുള്ളത് അതുപോലെ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇതിൽ സഹായിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് ഡിസ്കവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പണം കടം കൊടുക്കുന്നയാളും അതുപോലെ പണം സ്വീകരിക്കുന്ന ആളും നിക്ഷേപകരാണ്. അപ്പോൾ ഈ ഒരു പണം കൊടുക്കുന്ന ആൾക്ക് ആ ഒരു നിക്ഷേപങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് അറിയാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ നിക്ഷേപങ്ങൾക്കാണ് ഉയർന്ന വില സാധ്യതയുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്രൈസ് ഡിസ്കവറി. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ദ്രവത്വം പ്രദാനം ചെയ്യുന്നു. അപ്പം പ്രൊവൈഡിങ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാക്കി മാറ്റാനുള്ള ആ ഒരു പണമാക്കി കൺവേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മൾ ദ്രവത്വം അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് എന്താണ് വാങ്ങിക്കുന്നത്, അല്ലാതെ എന്തൊക്കെയാണ് നമ്മൾ നിക്ഷേപങ്ങളായിട്ട് വാങ്ങിക്കുന്നത്, അപ്പോൾ ആ നിക്ഷേപങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് പണമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സാധിക്കുന്നുണ്ട്. അതാണ് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ദ്രവത്വം പ്രദാനം ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്, ചെലവ് കുറയ്ക്കൽ. ഇപ്പോൾ റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപാട് നടത്താൻ ഉള്ള ചിലവ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കുറവാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് പോയിട്ട് സെക്യൂരിറ്റികൾ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. അവിടെ എന്താണ്, ഈ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 3 പോയിന്റ്: പ്രൈസ് ഡിസ്കവറി, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി, റെഡ്യൂസിങ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. എന്താണ്? മണി മാർക്കറ്റും ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ധനകാര്യ വിപണിയെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും, പണം വിപണിയും മൂലധന വിപണിയും. ഇതിൽ മണി മാർക്കറ്റ് അഥവാ പണം വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റ് അത് നമുക്ക് നോക്കാം. പണം വിപണി അഥവാ മണി മാർക്കറ്റ്.
മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല സാമ്പത്തിക ആസ്തിക്കുള്ള വിപണിയാണിത്. പ്രവർത്തന കാലാവധി 1 വർഷത്തിൽ കുറവായിരിക്കും. വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാല ധനം കൈകാര്യം ചെയ്യുന്ന വിവിധ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്ന പേരാണ് പണം വിപണി അഥവാ മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ 1 വർഷത്തിൽ കുറയാത്ത ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അതാണ് പറയുന്നത് ഹ്രസ്വകാല സാമ്പത്തിക ആസ്തികൾക്കുള്ള വിപണിയാണ് മണി മാർക്കറ്റ്. അപ്പം അതിൻ്റെ പ്രവർത്തന കാലാവധി എത്രയാണ്? 1 വർഷത്തിൽ കുറവായിരിക്കണം. ഈ ഒരു മണി മാർക്കറ്റിൽ നമ്മൾ ഇടപാട് നടത്തുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാലാവധി 1 വർഷത്തിൽ കുറവായിരിക്കും. വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാല ധനം കൈകാര്യം ചെയ്യുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായിട്ട് പറയുന്ന പേരാണ് പണം വിപണി അഥവാ മണി മാർക്കറ്റ്. ഓക്കെ, ഇനി നമുക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാനുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിയിട്ട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതൊരു രാജ്യത്തിൻ്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാന വിഭാഗമാണ് മൂലധന വിപണി. സമ്പാദ്യങ്ങളെ നിക്ഷേപ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സ്ഥാപനവൽകൃതമായ സംവിധാനമാണ് മൂലധന വിപണി. 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത്. നിക്ഷേപകരും കടം വാങ്ങുന്നവരും തമ്മിലുള്ള ധനകാര്യ ഇടനിലയാണ് മൂലധന വിപണിയുടെ പ്രധാന പ്രവൃത്തി മണ്ഡലം. മൂലധന വിപണിക്ക് പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള ഒരു ദീർഘകാല ഇടത്തരം ആസ്തികളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മൂലധന വിപണിയിൽ കൈകാര്യം ചെയ്യുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വിപണി അഥവാ മണി മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു? നമ്മളതിൽ അതിൻ്റെ കാലാവധി 1 വർഷത്തിൽ കുറയാത്ത ധനകാര്യ ആസ്തികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. മൂലധന വിപണി ക്യാപിറ്റൽ മാർക്കറ്റിലോ ദീർഘകാല ഇടത്തരം ആസ്തികളെയാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിന് 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. എന്ത്? സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്യൂരിറ്റികൾ വ്യാപാരം ചെയ്യപ്പെടുന്ന വിപണിയാണ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിന് പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നും 2 വിഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി മാർക്കറ്റിനെയാണ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പം എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് നോക്കാം. ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. എന്താണ്? ഒരു സ്ഥാപനം ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റീസിനെ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അപ്പം ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളും സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് ദ്വിതീയ വിപണി. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളും ഓൾറെഡി ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ പ്രാഥമിക വിപണിയിൽ പുതിയ സെക്യൂരിറ്റികൾ വിൽക്കുന്നു, ദ്വിതീയ വിപണിയിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വിൽക്കുന്നു. പ്രാഥമിക വിപണിയിൽ നിക്ഷേപകർക്ക് സെക്യൂരിറ്റികൾ വാങ്ങാൻ മാത്രമേ പറ്റൂ, വിൽക്കാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡറി വിപണിയിലോ അഥവാ ദ്വിതീയ വിപണിയിലോ സെക്യൂരിറ്റി വാങ്ങിക്കുവാനും അത് വിറ്റ് പണമാക്കാനും കഴിയും. അതുപോലെ പ്രാഥമിക വിപണി പ്രൈമറി മാർക്കറ്റിൽ എന്താണ്? ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റികൾക്ക് വിൽക്കാനും കഴിയും. പിന്നെ ദ്വിതീയ വിപണിയിൽ എന്താണ്? ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികൾ മാത്രമേ വാങ്ങാനും വിൽക്കാനും കഴിയുള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. അതെന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി നമുക്ക് കേട്ടോ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മണി മാർക്കറ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ കുറയാത്ത ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഈ ഒരു മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾ മണി. കോൾ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും അധികം വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന പണവിപണിയിലെ ഒരു പ്രധാന ഘടകമാണ് കോൾ മണി മാർക്കറ്റ്.
റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നിയമപരമായ കരുതൽ ധനം നിലനിർത്താനും ഹ്രസ്വകാല ലിക്വിഡ് പ്രശ്നങ്ങൾ തരണം ചെയ്യാനും കോൾ മണി വിപണി ബാങ്കുകളെ സഹായിക്കുന്നു. കോൾ മണിയുടെ കാലാവധി 1 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡ്യൂ ഡേറ്റ് പോലെ ഇങ്ങനെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കോൾ മണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മണി മാർക്കറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾ മണി. കോൾ മണി എന്താണ്? മറ്റ് ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ അന്നന്ന് നടക്കുന്ന അധികം വരുന്ന പണമില്ലേ, അവരുടെ ട്രാൻസാക്ഷനിലൊക്കെ അധികം വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന ഒരു പണവിപണിയിലെ ഒരു ഘടകമാണ് കോൾ മണി. അപ്പോൾ കോൾ മണി എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള കരുതൽ ധനം നിലനിർത്താനാണ്, ഈ ഒരു ഹ്രസ്വകാല ലിക്വിഡ് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുമാണ് കോൾ മണി ബാങ്കുകളെയൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ കോൾ മണിയുടെ കാലാവധി എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. നെക്സ്റ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്? വാണിജ്യ വിനിമയ ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല്. കൊമേഴ്ഷ്യൽ ബില്ല് എന്ന് പറയുമ്പോൾ ട്രേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നും പറയും. ഒരു ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് നൽകുന്ന ഒരു ഹ്രസ്വകാല രേഖയാണിത്. 30 ദിവസത്തേക്ക്, 60 ദിവസത്തേക്ക്, 90 ദിവസത്തേക്ക് എന്നിങ്ങനെയായിരിക്കും ഈ ഒരു കൊമേഴ്ഷ്യൽ ബില്ല് നൽകുക. അപ്പോൾ ബില്ല് നൽകുന്ന ആൾ കാലാവധിക്കുള്ളിൽ പണം നൽകേണ്ടതായിട്ടുള്ളതിനാൽ അവ സ്വയം ലിക്വിഡേറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് വാണിജ്യ ബില്ല് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബില്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സെക്കൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി നമുക്ക് നോക്കാം ട്രഷറി ബില്ല്. അപ്പോൾ അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് എന്താണ് മണി മാർക്കറ്റിലെ? ട്രഷറി ബില്ലാണ്. സർക്കാർ വാങ്ങുന്ന ഹ്രസ്വകാല വായ്പകളാണ് ട്രഷറി ബില്ലുകൾ. അതിൻ്റെ കാലാവധി എത്ര ദിവസം വരെയാണ്? 14 ദിവസം മുതൽ 364 ദിവസം വരെയാണ് ട്രഷറി ബില്ലിൻ്റെ കാലാവധി. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുമ്പോൾ ഹ്രസ്വകാല പ്രോനോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഒരു നിശ്ചിത കാലാവധിയോട് കൂടിയായിരിക്കും അതുള്ളത്. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് അടുത്ത മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപത്തിന് നൽകുന്ന രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. കമ്പനികളും സ്ഥാപനങ്ങളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നിക്ഷേപത്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇത് വിപണിയിൽ ക്രയവിക്രയം ചെയ്യാവുന്നതാണ്. പണവിപണിയിലെ പ്രമാണങ്ങളുടെ വൈവിധ്യം വിപുലപ്പെടുത്താനായി 1989 ഇത് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാണിജ്യ ബാങ്കിലെ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ സ്വീകരിക്കുന്ന ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു രേഖ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? കമ്പനികളും സ്ഥാപനങ്ങളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നിക്ഷേപത്തിനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ ഒരു മണി മാർക്കറ്റിൽ എന്താണ് കൈകാര്യം ചെയ്യാൻ, ക്രയവിക്രയം നടത്താൻ ചെയ്യാവുന്ന ഒരു രേഖ കൂടിയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്തത് എപ്പോഴാണ്? 1989 ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളിവിടെ ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന വിപണി പറഞ്ഞു. അതുപോലെ മൂലധന വിപണിയിലെ 2 ഭാഗങ്ങളായിട്ടുള്ള പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും പറഞ്ഞു. പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റിനെ ഒന്നും കൂടി ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് നമുക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ്. സെക്കൻഡറി മാർക്കറ്റോ ഇറ്റ് ഡീൽസ് വിത്ത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ് അവിടെ സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഓൺലി വൺസ്. സെക്കൻഡറി മാർക്കറ്റോ ഇറ്റ് പ്രൊവൈഡ്സ് റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓൺലി പർച്ചേസ് സെക്യൂരിറ്റീസ്. സെക്കൻഡറി മാർക്കറ്റിലോ ഇൻവെസ്റ്റേഴ്സ് കുഡ് പർച്ചേസ് ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. Primary market, it provides capitals to companies. Secondary market law, issuing company does not have any direct role. Primary market, it does not have any physical existence. Physical existence ഉണ്ടാവില്ല പ്രൈമറി മാർക്കറ്റിൽ. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഓക്കെ, അതാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. പോയിന്റ്സ് നോക്കുക, ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാല ഫണ്ടുകളായ കടപ്പത്രങ്ങളും ഓഹരികളും സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഉതകുന്ന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയാണ് മൂലധന വിപണി. നമുക്ക് ആദ്യം ക്യാപിറ്റൽ മാർക്കറ്റ് മാത്രം നോക്കാം കേട്ടോ. പിന്നെ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ എന്നിവയാണ് മൂലധന വിപണിയിലെ പ്രമാണങ്ങൾ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ എന്നിവയൊക്കെയാണ് മൂലധന വിപണിയിലെ പ്രമാണങ്ങൾ.
മൂലധന വിപണിയിൽ ദീർഘകാല സെക്യൂരിറ്റികളാണ് ഉള്ളത്. മൂലധന വിപണിയിൽ നഷ്ടസാധ്യത കൂടുതലാണ്. മൂലധന വിപണിയിൽ കൂടുതൽ ആദായം ലഭിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ. ദീർഘകാലമായിട്ടുള്ള ഫണ്ടുകളാണ് അവിടെ ഉണ്ടാവുക. ഓഹരികൾ സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അവിടെ ഉണ്ടാവുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ബോണ്ട്, കടപ്പത്രങ്ങൾ, ഇതൊക്കെയാണ് അവിടെയുള്ള പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ദീർഘകാല സെക്യൂരിറ്റികളായിരിക്കും നമ്മുടെ മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാവുക. പിന്നെ എന്താണ്? നഷ്ടസാധ്യത, ക്യാപിറ്റൽ മാർക്കറ്റിൽ നഷ്ടസാധ്യത കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? നമുക്ക് കൂടുതൽ ആദായമൊക്കെ ലഭിക്കുക എവിടെയാണ്? ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. ഇനി മണി മാർക്കറ്റിനെ നോക്കാം. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് പണവിപണിയിൽ നമുക്ക് അനവധിയുള്ള പണപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക വിപണിയാണ് പണവിപണി എന്ന് പറയുന്നത്. അനവധിയുള്ള പണപരമായ കാര്യങ്ങൾ, ആർട്ടിക്കിളിന് മിസ്റ്റേക്കാണ് കേട്ടോ, കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പണവിപണി എന്ന് പറയുന്നത്. ഇനി ട്രഷറി ബില്ല്, ട്രേഡ് ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ തുടങ്ങിയവയാണ് പണവിപണിയിലെ പ്രമാണങ്ങൾ. എന്തൊക്കെയാണ്? ട്രഷറി ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെയാണ് പണവിപണിയിലെ അല്ലെങ്കിൽ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? പണവിപണിയിലെ ഇൻസ്ട്രുമെൻറ്റുകളാണ് ഹ്രസ്വകാല എന്നാണ്. പണവിപണിയിൽ ഹ്രസ്വകാല ഇൻസ്ട്രുമെൻറ്റുകളാണ് ഉള്ളത്. പണവിപണിയിൽ കൂടുതൽ സുരക്ഷിതമാണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലും മൂലധന വിപണിയെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമായിട്ടും സേഫ് ആയിട്ടുള്ള മാർക്കറ്റ് ഏതാണ്? മണി മാർക്കറ്റാണ്. പിന്നെ പണവിപണിയിൽ വരുമാനം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റിനും മണി മാർക്കറ്റിനും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും ഒന്നുകൂടെ പറയാം. എന്നാലേ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മാർക്കറ്റ് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് കേട്ടോ. അപ്പം ഈ ഒരു പ്രൈമറി മാർക്കറ്റിൽ എന്താണ് ഡീൽ ചെയ്യുന്നത്? നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പുതുതായി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ, അതായത് ഷെയർസിനെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി സർക്കുലേറ്റഡ് ആയി നിൽക്കുന്ന ഷെയറുകളെയും ഡിബഞ്ചറുകളെയൊക്കെ വീണ്ടും വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു അവസരമാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റിന് നൽകുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു സെക്യൂരിറ്റികൾ പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി സെയിൽ നടന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ വീണ്ടും റീസെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസ് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റീസിനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മറിച്ച് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് കിടക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംഘടിത വിപണിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ഇന്ത്യയിൽ 23 അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഗവൺമെൻറ് ആദ്യമായി അംഗീകാരം നൽകുന്നതും സ്ഥിരമായി രജിസ്ട്രേഷൻ ഉള്ളതുമായ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപനമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിക്ക് ദിശ നൽകിയിരുന്നതും. മൂലധനം സ്വീകരിക്കുന്നതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വിലപ്പെട്ട സേവനങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിലെ ഒരു കീ പ്ലെയർ ആണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി മാർക്കറ്റിലൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ എല്ലാ കമ്പനീസിൻ്റെയും ഷെയർസിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് കാരണം നമുക്ക് കുറച്ച് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവും. ആ ഒരു ലിസ്റ്റഡ് കമ്പനീസിനെ മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ 23 അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. അത് ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമേ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ
ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കുറച്ച് പോളിസീസും അതുപോലെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അത് കമ്പനീസിനെയൊക്കെയാണ്, ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പോളിസീസ് ഫോളോ ചെയ്യുന്ന കമ്പനീസിനെയൊക്കെയാണ് സം സ്റ്റാൻഡേർഡ്സൊക്കെ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും. അതിനെയൊക്കെ അച്ചീവ് ചെയ്യുന്ന കമ്പനീസിനെ ആയിരിക്കും ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമ്മൾ അതിൻ്റെ ഷെയർ റീസെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പെർമിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അവർ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇതായിട്ട് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യുന്ന കമ്പനീസിന് മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ റീസെയിൽ ചെയ്യാനും അതുപോലെ ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് പെർമിറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ പെർമിറ്റ് ചെയ്ത കമ്പനീസിൻ്റെ ഷെയർസ് മാത്രമേ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു BSE ഉണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു BSEയിൽ ലിസ്റ്റ് ചെയ്ത ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമായിരിക്കും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഈ ഒരു ഷെയർസും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ ആ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറേ കമ്പനീസ് ഉണ്ടാവും. ആ കമ്പനീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമായിരിക്കും കാര്യങ്ങൾ ഷെയർസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കുറച്ച് കമ്പനീസ് ഉണ്ടാവും. അതിന് മാത്രമേ ആയിരിക്കും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഈ ഒരു ഷെയർസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സെക്യൂരിറ്റികളുടെ കൈമാറ്റം സുഗമമാക്കുന്നു. സെക്യൂരിറ്റികളുടെ ക്രയവിക്രയം സംബന്ധിച്ച് വിവരങ്ങൾ ഏത് സമയത്തും ലഭ്യമാക്കുന്നു. നിക്ഷേപങ്ങൾക്ക് സുരക്ഷ നൽകുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക മേഖലയുടെ ആരോഗ്യം പ്രതിഫലിപ്പിക്കുന്നു. ലാഭകരമായ പ്രൊജക്റ്റുകളിൽ നിന്ന് കൂടുതൽ ലാഭകരമായ സംരംഭങ്ങളിലേക്ക് മൂലധനത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? സെക്യൂരിറ്റികളുടെ കൈമാറ്റം എന്താണ്? ആ ഒരു നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ ഷെയർസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച് എന്താണ് ഈസി ആക്കുന്നുണ്ട്. പിന്നെന്താണ്? ഈ ഒരു സെക്യൂരിറ്റികളുടെ ഈ ഒരു ക്രയവിക്രയം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഏത് സമയത്തും അവൈലബിൾ ആക്കുന്നുണ്ട്. ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അത് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിക്ഷേപങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക മേഖലയുടെ ആ ഒരു ആരോഗ്യം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിലായിട്ട് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവും. അതെന്താണ്? ഫിറ്റ് ആയിരിക്കും, ഫിനാൻഷ്യലി ഒക്കെ നമ്മുടെ ഇതിൽ ഫിറ്റ് ആയിരിക്കും. പിന്നെന്താണ്? ലാഭകരമായിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നിന്നൊക്കെ കൂടുതൽ ലാഭകരമായ ആ ഒരു സംരംഭങ്ങളിലേക്ക് നമ്മുടെ മൂലധനത്തിൻ്റെ ഒഴുക്കൊക്കെ സുഗമമാക്കുന്നു. അപ്പോൾ എത്രയാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞു. എന്തായിരുന്നു? പ്രൈസ് ഡിസ്കവറി, അതുപോലെ പ്രൊവൈഡിങ് ലിക്വിഡിറ്റി, റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്? 2 തരത്തിലാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ടൈപ്സ് ഉള്ളത്. ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ്? മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. പിന്നെ നമ്മൾ മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ട്രഷറി ബില്ല്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കോൾ മണി ഒക്കെ ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? പ്രൈമറി മാർക്കറ്റും അതുപോലെ സെക്കൻഡറി മാർക്കറ്റും. അതെന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ക്ലാസ് മനസ്സിലാവാത്ത ഏരിയാസൊക്കെ ഒന്നുകൂടെ കാണുക, അതുപോലെ ഡൗട്ട്സൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്